വെൽക്കം ടു സിന്ധൂസ് ഫുഡ് സ്റ്റോറീസ്. വളരെയധികം ഹെൽത്തിയും ടേസ്റ്റിയുമായ അവൽ മിൽക്കാണ് ഇന്നത്തെ നമ്മളുടെ റെസിപ്പി. വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ 1 കപ്പ് അവൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ വെള്ള അവൽ തന്നെ എടുക്കാനായിട്ട് നോക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. അവൽ കരിഞ്ഞു പോകാൻ പാടില്ല. ക്രിസ്പി ആയിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അവലൊക്കെ ഇവിടെ നല്ലതായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് നല്ലതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ നമ്മളുടെ അവൽ മിൽക്കിനുള്ള അവൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അടുത്തായിട്ട് ഇതിൻ്റെ കൂടെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അവൽ മിൽക്കിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴമാണ്, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാകും. അതുപോലെ തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച 1 കപ്പ് അവൽ, കുറച്ച് പീനട്ട്, റോസ്റ്റഡ് പീനട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച 1 കപ്പ് പാലും കൂടെ ആവശ്യമുണ്ട്. ഞാനതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് ആവശ്യമുള്ളത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ കണക്കിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ മധുരത്തിനനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കാവുന്നതാണ്. 3 ടീസ്പൂൺ അത് കറക്റ്റാണ്. അടുത്തായിട്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഈ പഴവും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഉടച്ചെടുക്കാൻ പാടില്ല, അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇങ്ങനെ തന്നെ ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് ഉടച്ചെടുത്ത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് പഴം കിടക്കുകയും വേണം, നന്നായിട്ട് ഉടഞ്ഞു വരികയും വേണം. ഇങ്ങനെ ഒരു പരുവത്തിൽ നമ്മളിത് റെഡിയാക്കിയെടുക്കണം. അടുത്തായിട്ട് നമുക്ക് അവൽ മിൽക്ക് സെറ്റാക്കി എടുക്കാം. അതിനായി ഒരു ഗ്ലാസ്, വലിയൊരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് നമ്മളിവിടെ ഉടച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റോസ്റ്റഡ് പീനട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പീനട്ടും കാഷ്നട്ടും ചേർക്കാനാണ്. ഞാനിപ്പോൾ ഇവിടെ പീനട്ട് മാത്രമാണ് ചേർക്കുന്നത്. അവൽ മിൽക്കിൽ കൂടുതലായിട്ട് പീനട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അവൽ, അത് ഒരു 2 ടീസ്പൂൺ അളവിൽ, 2-3 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് ആദ്യം ചെയ്തതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പീനട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് 2 ടീസ്പൂൺ അവൽ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത 1 കപ്പ് മിൽക്ക്, പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് നിറയെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മുകളിലായിട്ടൊരു അല്പം അവൽ വിതറി കൊടുക്കുക. അല്പം പീനട്ട് കൂടി വീണ്ടും ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഐസ്ക്രീം ഇഷ്ടമാണെങ്കിൽ അല്പം ഐസ്ക്രീം കൂടെ മുകളിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഒരല്പം കോംപ്ലാൻ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഭംഗിക്കായിട്ട് ചെയ്തതേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.